എഡ്യൂമാത്ത് സൊല്യൂഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10th CBSE ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സിലെ ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ചാണ് ഇവിടെ എടുക്കുന്നത്. റാഷണൽ നമ്പർ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ റാഷണലൊക്കെ നമ്മൾ കഴിഞ്ഞ നേരത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ നമ്പർ ഈസ് ഓഫ് ദി ഫോം P/Q. അപ്പോൾ P/Q ഫോമിൽ എഴുതാൻ പറ്റുന്നതിനാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയാൻ പറ്റുന്നത് ഇറാഷണൽ നമ്പർ എന്നാണ്. എ നമ്പർ എസ് ഈസ് കാൾഡ് ഇറാഷണൽ ഇഫ് ഇറ്റ് കനോട്ട് ബി റിട്ടൺ ഇൻ ദ ഫോം P/Q വേർ P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് P/Q ഫോമിൽ എഴുതാൻ സാധിക്കാത്ത നമ്പേഴ്സിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ എന്താണ്? P/Q ഫോമിൽ എഴുതാൻ കഴിയാത്തത്. അപ്പോൾ Pയും Q എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് ആണ്. Q എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ P/Q ഫോമിൽ എഴുതാൻ കഴിയാത്ത നമ്പേഴ്സിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ √2, √3, അതുപോലെ പൈ, 0.10, 110, 1110 എക്സെട്ര. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ ഇറാഷണൽ നമ്പർ എന്താണെന്ന് മനസ്സിലായല്ലോ. P/Q ഫോമിൽ എഴുതാൻ സാധിക്കാത്തതിനെയാണ് എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു തിയറം നോക്കാം. ലെറ്റ് P be a prime number, show that if P divides a square, then P divides a where a is a positive integer. ഇവിടെ P എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം നമ്പറാണ്. ഇനി ഈ P എന്ന് പറയുന്നത് ഡിവൈഡ്സ് എ സ്ക്വയർ, അതായത് എ സ്ക്വയറിനെ എന്താണ്? P ഡിവൈഡ്സ് എ സ്ക്വയർ ആണെങ്കിൽ P ഡിവൈഡ്സ് എ, അതായത് എ സ്ക്വയറിനെ നമുക്ക് P കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എയെയും P കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഈ തിയറം പറയുന്നത്. ഇത് നമുക്ക് ഇതിനകത്ത് വലിയ പ്രാധാന്യം ഇല്ലെങ്കിലും ഇത് വെച്ചിട്ട് നമുക്ക് √2, √3 ഇതെല്ലാം റാഷണലാണെന്ന് പ്രൂവ് ചെയ്യാനുണ്ട്. അവിടെ നമ്മൾ ഈ തിയറം യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്ന് പറയാം. ഇപ്പോൾ P എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. എ സ്ക്വയറിനെ P കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുവെങ്കിൽ എയും P കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ജസ്റ്റ് ഒന്ന് നോക്കാം. ലെറ്റ് ദി പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് എ ഈസ് a equal P1, P2, etc. Pn, where P1, P2, etc. Pn are primes not necessarily distinct. ഇപ്പോൾ എയുടെ പ്രൈം ഫാക്ടേഴ്സ് ആണ് P1, P2, etc. Pn എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് സൈഡും ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. ഇപ്പോൾ എ സ്ക്വയർ ഈക്വൽ P1, P2, etc. Pn ദി ഹോൾ സ്ക്വയർ. ഇനി ഇതിൻ്റെ സ്ക്വയർ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ചെയ്ത് സ്ക്വയർ ചെയ്യാം. ഇപ്പോൾ P1 സ്ക്വയർ, P2 സ്ക്വയർ, etc. Pn സ്ക്വയർ. ഇനി നമ്മുടെ തിയറത്തിൽ തന്നിട്ടുണ്ട് P ഡിവൈഡ്സ് എ സ്ക്വയർ, അതായത് എ സ്ക്വയറിനെ P കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ therefore from the fundamental theorem of arithmetic it follows that P is of prime factors of a square. അപ്പോൾ P എന്താണ്? P is of prime factors of a square. അപ്പോൾ എ സ്ക്വയറിൻ്റെ പ്രൈം ഫാക്ടേഴ്സാണ് നമ്മളിവിടെ P1, P2 ഇതെല്ലാം എടുത്തേക്കുന്നത്. The only prime factor of a square are P1, P2, etc. Pn. ഇപ്പോൾ എ സ്ക്വയറിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആണ് P1, P2, etc. Pn എന്ന് പറയുന്നത്. അപ്പോൾ സോ P is one of P1, P2, etc. Pn. ഇപ്പോൾ P എന്ന് പറയുന്നത് ഇതിനകത്ത് ഏത് വേണമെങ്കിലും ആകാം. P1, P2, etc. Pn. നമ്മളിപ്പോൾ കോമൺ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് P1, P2, etc. എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് P എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും ആവാം. P1, P2, etc. Pn. ഇപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്? P1, P2, etc. Pn എന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും P ഡിവൈഡ്സ് എ. ഇപ്പോൾ P നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടർ ആണെങ്കിൽ, പ്രൈം ഫാക്ടർ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്, കോമ്പോസിറ്റ് നമ്പറൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റുകളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എ സ്ക്വയർ എന്ന് പറയുന്നത് P1 സ്ക്വയർ, P2 സ്ക്വയർ, etc. Pn സ്ക്വയർ എന്നാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ P ഇവിടെ എന്താണ്? P ഡിവൈഡ്സ് എ ആണെങ്കിൽ, അല്ലെങ്കിൽ എ സ്ക്വയറിനെ നമുക്ക് P കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് എയെയും P കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ടാണ്? എ എന്ന് പറയുന്നത് നമ്മൾ P1, P2, etc. Pn എന്നാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇവിടെ P ഈസ് വൺ ഓഫ് P1, P2, etc. Pn. അപ്പോൾ ഓൺലി പ്രൈം ഫാക്ടേഴ്സ് ഓഫ് എ സ്ക്വയർ, എ സ്ക്വയറിൻ്റെ പ്രൈം ഫാക്ടേഴ്സ് ആണ് ഏതൊക്കെ വന്നിരിക്കുന്നത്? P1, P2, etc. Pn എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ്? P ഡിവൈഡ്സ് എ എന്ന് നമുക്ക് എടുക്കാം.
അപ്പോൾ ഈ തിയറം മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് എ സ്ക്വയറിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ എയെയും പി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് ഈ തിയറം പറയുന്നത്. അപ്പം നമുക്കിനി ഇതിൻ്റെ അടുത്തൊരു തിയറം നോക്കാം. അടുത്ത തിയറം പറയുന്നത് പ്രൂവ് ദാറ്റ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. അപ്പോൾ റൂട്ട് 2 എന്ന് പറയുന്നത് ഇറാഷണൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കോൺട്രഡിക്ഷൻ മെത്തേഡാണ്. ഇപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ ഒരു കാര്യത്തെ നമ്മൾ എന്താണ് തെറ്റായിട്ട് നമ്മൾ ഇപ്പം നമുക്ക് ഇറാഷൻ പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ തന്നെ റാഷൻ എടുക്കുന്നു. അതുപോലെ അതായത് തെറ്റായിട്ട് ഒരു കാര്യത്തെ നമ്മൾ വിചാരിച്ചിട്ട് റോങ് ആയിട്ട് ഒരു അസംഷൻ നമ്മൾ എത്തുകയും എന്നിട്ട് നമ്മൾ ആദ്യം എടുത്തതപ്പോൾ തെറ്റായിരുന്നു, അപ്പോൾ അതല്ല ശരി, നമ്മൾ വേറെ പറയുന്നതാണ് ശരി എന്നുള്ള രീതി. അപ്പോൾ അതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഈ മെത്തേഡ് പറഞ്ഞിട്ട് ഒന്നും കൂടെ പറയാം. ഇപ്പോൾ ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് റാഷണൽ ആണെന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് അതാണ്. അതായത് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കും? റാഷണൽ ആണെന്ന് എടുക്കും. അപ്പോൾ ലെറ്റ് us assume to the contrary that root 2 is rational. ഇപ്പോൾ ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? റൂട്ട് 2നെ റാഷണൽ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ റാഷണൽ ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എ ബൈ ബി ഫോമിൽ എഴുതാമല്ലോ. എ ബൈ ബി അല്ലെങ്കിൽ പി ബൈ ക്യൂ. പി ബൈ ക്യൂ എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ എ ബൈ ബി എന്ന് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ റൂട്ട് 2 ഈക്വൽ എ ബൈ ബി വേർ ബി നോട്ട് ഈക്വൽ ടു 0. എ ആൻഡ് ബി ആർ കോ പ്രൈം ഇൻറ്റിജേഴ്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ റാഷണൽ നമ്പറിൻ്റെ പ്രത്യേകത തന്നെ അറിയാം. എക്കും ബിക്കും എന്താണ് ഒരു കോമൺ ഫാക്ടറും കാണരുത്. അതാണ് കോ പ്രൈം എന്ന് ഉദ്ദേശിക്കുന്നത്. എക്കും ബിക്കും നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1. 1 അല്ലാതെ എക്കും ബിക്കും മറ്റൊരു കോമൺ ഫാക്ടറും കാണാൻ പാടില്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇതിനകത്ത് പ്രത്യേകം നോട്ട് ചെയ്യണം. എന്താണ്? എ ആൻഡ് ബി ആർ കോ പ്രൈം ഇൻറ്റിജേഴ്സ്. നമ്മൾ ഇതിനെ ബേസ് ചെയ്തായിരിക്കും ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ റൂട്ട് 2 ഈക്വൽ എ ബൈ ബി നമ്മൾ എടുത്തു. അപ്പോൾ റാഷണൽ ആയതുകൊണ്ട് റൂട്ട് 2നെ നമുക്ക് എ ബൈ ബി എന്ന് എടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് നോക്കാം. ക്രോസ് ചെയ്യുമ്പോൾ റൂട്ട് 2 ഇൻറ്റു ബി ഈക്വൽ എ എന്ന് കിട്ടും. ക്രോസ് ചെയ്യുമ്പോൾ റൂട്ട് 2 ഇൻറ്റു ബി ഈക്വൽ എ. ഇനി നമുക്ക് രണ്ട് സൈഡും ഒന്ന് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2 വരും. ബിയുടെ സ്ക്വയർ ബി സ്ക്വയർ ഈക്വൽ എയുടെ സ്ക്വയർ എ സ്ക്വയർ. അപ്പോൾ 2b സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? ഇവിടെ 2 ഡിവൈഡ്സ് എ സ്ക്വയർ അല്ലേ? 2b സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ. ഇതിൽ നിന്നും എന്താണ്? 2 ഡിവൈഡ്സ് എ സ്ക്വയർ. അതായത് ബി സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ ബൈ 2 എന്നല്ല ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ 2 ഡിവൈഡ്സ് എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ നമ്മുടെ നേരത്തെ തിയറം പ്രീവിയസ് തിയറം പറഞ്ഞനുസരിച്ച് എ സ്ക്വയറിനെ പി കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ എയെയും പി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് നമ്മൾ നേരത്തെ തിയറം പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഇവിടെയും എ സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും എയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 ഡിവൈഡ്സ് എ. ഇനി നമുക്ക് ഇതിൽ നിന്നും അടുത്ത നമ്മൾ ചെയ്യുന്നത് സോ വി ക്യാൻ റൈറ്റ് എ ഈക്വൽ 2c ഫോർ സം ഇൻറ്റിജർ സി. സി എന്ന് പറയുന്നത് ഇവിടെ ഏതെങ്കിലും ഇൻറ്റിജർ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എ ഈക്വൽ 2c എന്ന് എടുക്കുന്നു. ഇനി പോട്ട് എ ഈക്വൽ 2c ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 എന്താണ് പറയുന്നത്? 2b സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ. അതായത് എ സ്ക്വയർ ഈക്വൽ 2b സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്ക് പകരം എന്ത് കൊടുക്കാം? 2c എന്ന് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എ സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് 2cയുടെ സ്ക്വയർ എടുക്കാം. എക്കാണ് 2c. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2cയുടെ സ്ക്വയർ എടുക്കുന്നു. അപ്പോൾ 2c സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ ഈക്വൽ 2b സ്ക്വയർ അല്ലേ? അപ്പോൾ എക്ക് പകരമാണ് ഇവിടെ 2c കൊടുത്തത്. അപ്പോൾ 2c സ്ക്വയർ ഈക്വൽ 2b സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇനി 2ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. സിയുടെ സ്ക്വയർ സി സ്ക്വയർ. അപ്പോൾ 4c സ്ക്വയർ ഈക്വൽ 2b സ്ക്വയർ. ഇനി ഇതിനകത്ത് നിന്ന് ഈ 4ഉം 2ഉം കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ 2 കിട്ടുമല്ലോ. അപ്പോൾ 2c സ്ക്വയർ ഈക്വൽ ബി സ്ക്വയർ. അപ്പോൾ 2c സ്ക്വയർ ഈക്വൽ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ബി സ്ക്വയർ ഈക്വൽ നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ചെഴുതുന്നു. ബി സ്ക്വയർ ഈക്വൽ 2c സ്ക്വയർ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? 2 ഡിവൈഡ്സ്, അതായത് സി സ്ക്വയർ ഈക്വൽ ബി സ്ക്വയർ ബൈ 2 എന്നല്ലേ? എന്ന് പറഞ്ഞാൽ ബി സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു എന്നാണ് അല്ലേ? അപ്പോൾ ബി സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നേരത്തെ തിയറം വെച്ചിട്ട് നമുക്ക് വീണ്ടും പറയാം. ബി സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ ബിയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ബി സ്ക്വയറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ബിയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 ഡിവൈഡ്സ് ബി. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ്? എയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന്. ഇപ്പം നമ്മൾ പറഞ്ഞു ബിയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന്. എന്ന് പറഞ്ഞാൽ എ ആൻഡ് ബി ഹാവ് അറ്റ്ലീസ്റ്റ് 2 ആസ് എ കോമൺ ഫാക്ടർ അല്ലേ? എയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബിയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്?
എയും ബിയെയും നമ്മൾ എ ബൈ ബി എന്നല്ലേ എടുത്തേക്കുന്നത്, √2 ഈക്വൽ എ ബൈ ബി എന്നാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് എയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബിയെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും എന്താണ് 2 കോമൺ ഫാക്ടർ വരുന്നു എന്നല്ലേ അർത്ഥം. പക്ഷെ നമ്മൾ എടുത്തത് എന്താണ്, എ ആൻഡ് ബി ആർ കോപ്രൈം ഇൻറ്റിജേഴ്സ് എന്നാണ് എടുത്തേക്കുന്നത്. അപ്പം അതിനകത്താണ് നമുക്ക് എക്ക് കോപ്രൈം ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ അതാ എടുത്തു പറഞ്ഞത്, എക്കും ബിക്കും 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടറും വരാൻ പാടില്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ നമ്മൾ റാഷണലാണെന്ന് പറഞ്ഞ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്, എക്കും ബിക്കും 2 ഒരു കോമൺ ഫാക്ടറാണ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. But this contradicts the fact that A and B have no common factor other than 1. But this contradiction arose because of our incorrect assumption that √2 is rational. അപ്പം ഇങ്ങനെ വന്ന എന്തുകൊണ്ടാണ്, അപ്പം √2 എന്ന് പറയുന്നത് എ ബൈ ബി എന്ന് പറയുന്നത് നമ്മൾ അതായത് √2 എന്ന് പറയുന്ന റാഷണലാണെന്നാണ് നമ്മൾ എടുത്തത്. അപ്പം റാഷണൽ എടുത്തതുകൊണ്ടാണ് നമ്മൾ √2നെ എ ബൈ ബി എന്ന് എഴുതിയത്. അപ്പോൾ എ ബൈ ബി എന്ന് പറയുമ്പോൾ എന്താണ്, എക്കും ബിക്കും റാഷണൽ നമ്പർ ആയതുകൊണ്ട് എക്കും ബിക്കും കോമൺ ഫാക്ടർ ഒന്നും വരാൻ പാടില്ല അതർ ദാൻ 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടറും വരാൻ പാടില്ല എന്നാണ് റാഷണൽ നമ്പറിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ നമുക്ക് എക്കും ബിക്കും കോമൺ ഫാക്ടർ 2 കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തെറ്റായിട്ട് അസ്യൂം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനൊരു തെറ്റായ എന്താണ് അസംഷനിൽ എത്തിയത്. അപ്പോൾ ദിസ് കോൺട്രഡിക്ഷൻ arose because of our incorrect assumption that √2 is rational. അപ്പോൾ √2 നമ്മൾ റാഷണലാണെന്ന് എടുത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു തെറ്റായ ഒരു അസംഷനിൽ എത്തേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ കൺക്ലൂഡ് ചെയ്യാം. സോ വി കൺക്ലൂഡ് ദാറ്റ് √2 ഈസ് ഇറാഷണൽ. അപ്പോൾ √2 എന്ന് പറയുന്നത് റാഷണൽ അല്ല, അപ്പോൾ എന്താണ്, ഇറാഷണലാണ്. കാരണം റാഷണൽ എടുത്തപ്പോൾ നമ്മൾ തെറ്റായ ഒരു അസംഷനിലാണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, √2 എന്ന് പറയുന്നത് ഇറാഷണലാണെന്ന് പറയാം. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇതൊക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. √2, √3, √5, √7, √11 ഇതുപോലെ വരുന്ന ഏത് നമ്പർ വന്നാലും ഈ സെയിം മെത്തേഡ് തന്നെ നിങ്ങൾ ചെയ്താൽ മതി. എക്സസൈസ് 1.3 നമുക്കൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. നേരത്തെ നമ്മൾ √2 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്തു. സെയിം മെത്തേഡ് തന്നെയാണ് √5 ഈസ് ഇറാഷണൽ, അതും നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് നേരത്തെ പറഞ്ഞപ്പോൾ ക്ലിയർ ആയി കാണും. അതായത് നമ്മളെന്താണ്, ഇറാഷണൽ പ്രൂവ് ചെയ്യുമ്പോൾ റാഷണൽ എടുത്തിട്ട് റാഷണൽ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, തെറ്റായ ഒരു അസംഷൻ എടുക്കുമ്പോൾ നമ്മൾ തെറ്റായ ഒരു രീതിയിൽ എത്തുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു ഇങ്ങനെ എടുത്തത് കൊണ്ടാണ് ഇത് തെറ്റിയത്, അപ്പോൾ മറ്റേതാണ് ശരി. ഈ രൂപത്തിൽ ചെയ്യുന്നതാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ √5 ഈസ് റാഷണൽ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ റാഷണൽ ആണെങ്കിൽ √5നെ നമുക്ക് എങ്ങനെ എഴുതാം, എ ബൈ ബി വേർ ബി നോട്ട് ഈക്വൽ ടു 0, എ ആൻഡ് ബി ആർ കോപ്രൈം ഇൻറ്റിജേഴ്സ്. അപ്പോൾ ഇവിടെ √5 റാഷണൽ എടുക്കുന്നു. അപ്പോൾ റാഷണൽ ആയതുകൊണ്ട് നമുക്കതിനെ എ ബൈ ബി ഫോമിൽ എഴുതാം. ഇന്നത്തെ എക്കും ബിക്കും എന്താണ്, നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1. കോപ്രൈം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1 അല്ലാതെ എക്കും ബിക്കും ഒരു കോമൺ ഫാക്ടറും കാണാൻ സാധ്യമല്ല. ഇതാണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്തുള്ള ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യുന്നു. ഇപ്പോൾ √5 ബി ഈക്വൽ എ. ഈ രണ്ട് വശം നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം. ഇപ്പോൾ റൂട്ട് സ്ക്വയർ ചെയ്യുമ്പോൾ ഈ റൂട്ട് അങ്ങ് പോവും. അപ്പോൾ ബാക്കി 5b² ഈക്വൽ a² എന്ന് കിട്ടുന്നു. അപ്പോൾ 5b² ഈക്വൽ a² എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്, 5 ഡിവൈഡ്സ് a². അപ്പോൾ a²നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ a²നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമെങ്കിൽ തിയറം വെച്ചിട്ട് നമുക്ക് എയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ എയെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് നമ്മൾ ഫസ്റ്റിൽ പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് എ ഈക്വൽ 5c ഫോർ സം ഇൻറ്റിജർ c. ഇപ്പോൾ എയെ നമുക്ക് എന്ത് എഴുതാം, 5c എന്നെടുക്കാം. ഇനി നമ്മൾ ഇക്വേഷൻ 1ലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എ ഈക്വൽ 5c, എക്ക് പകരം 5c എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ 5cയിൽ എക്ക് പകരം നമ്മൾ 5c എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, ഇപ്പോൾ ഇക്വേഷൻ 1 പറയുന്നത് എന്താണ്, 5b² ഈക്വൽ a². ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1 പറയുന്നത്. അതിനകത്ത് a² പകരം എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, 5c എന്ന് എടുക്കാം. അപ്പോൾ a² എന്ന് പറയുമ്പോൾ 5cയുടെ സ്ക്വയർ. അപ്പോൾ 5cയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ 25c² ഈക്വൽ എന്ത് വരും, 5b² അല്ലേ. അപ്പോൾ 5b² ഈക്വൽ 25c². രണ്ട് വശത്ത് നമ്മൾ 5 കട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും, b² ഈക്വൽ 5c² എന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിൽ നിന്ന് അർത്ഥം എന്താണ്, b² ഈക്വൽ 5c² എന്ന് പറഞ്ഞ അർത്ഥം b²നെ 5 കൊണ്ട്
ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ബി സ്ക്വയറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും ബി എയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 5 ഡിവൈഡ്സ് ബി സ്ക്വയർ ആൻഡ് സോ 5 ഡിവൈഡ്സ് ബി. അപ്പോൾ നേരത്തെ നമുക്ക് കിട്ടിയ എന്താണ്, എയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന്. ഇപ്പോൾ കിട്ടി ബി എ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ therefore എ ആൻഡ് ബി ഹാവ് അറ്റ്ലീസ്റ്റ് 5 ആസ് എ കോമൺ ഫാക്ടർ. അപ്പോൾ എക്കും ബിക്കും 5 എന്താണ്, ഒരു കോമൺ ഫാക്ടർ ആണ് എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബിയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എക്കും ബിക്കും 5 എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ ബട്ട് ദിസ് കോൺട്രാഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തത് എന്താണ്, എക്കും ബിക്കും എന്താണ് 1 അല്ലാതെ മറ്റൊരു കോമൺ ഫാക്ടറും കാണാൻ പാടില്ല എന്നാണ് നമ്മൾ എടുത്തത് അല്ലേ. റൂട്ട് 5 ഈക്വൽ എന്താണ് എ ബൈ ബി, വേർ എ ആൻഡ് ബി ആർ കോ പ്രൈം. അതായത് എക്കും ബിക്കും കോമൺ ഫാക്ടർ ഒന്നും കാണരുതെന്നാണ് എടുത്തത്. പക്ഷേ ഇവിടെ നമുക്ക് എക്കും ബിക്കും കോമൺ ഫാക്ടർ ഇവിടെ 5 വന്നെന്നാണ് അർത്ഥം. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വന്നത്? ദിസ് കോൺട്രഡിക്ഷൻ arose because of our incorrect assumption that root 5 is rational. അപ്പോൾ ഇവിടെ നമ്മൾ റൂട്ട് 5 റാഷണൽ എന്ന് എടുത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഇൻകറക്റ്റ് അസംഷനിൽ എത്തിയത്. സോ വി കൺക്ലൂഡ് ദാറ്റ് റൂട്ട് 5 ഈസ് ഇറാഷണൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, റൂട്ട് 5 റാഷണൽ അല്ല, ഇറാഷണലാണെന്ന് പറയാം. ഇപ്പോൾ റൂട്ട് 2 ഇറാഷണൽ പറഞ്ഞപ്പോൾ നമ്മൾ 2 വെച്ചിട്ടെടുത്തു. ഇപ്പോൾ റൂട്ട് 5 ആകുമ്പോൾ നമ്മൾ 5 വെച്ചെടുക്കുന്നു. ഇനി റൂട്ട് 7 ആണെങ്കിൽ നിങ്ങൾക്ക് 7 വെച്ചെടുക്കാം. റൂട്ട് 11 ആണെങ്കിൽ 11. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നമ്പേഴ്സ് മാത്രം മാറ്റി കൊടുത്താൽ മതി. ബാക്കി പ്രൊസീജിയർ, ഈ സ്റ്റെപ്സ് എല്ലാം നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇത് ക്ലിയർ ആയി കാണുമല്ലോ. 2 ഹോംവർക്കും കൂടെ നിങ്ങൾക്ക് തരാം. റൂട്ട് 3 ഈസ് ഇറാഷണൽ, റൂട്ട് 7 ഈസ് ഇറാഷണൽ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ നമ്പേഴ്സ് മാത്രം മാറ്റി കൊടുത്താൽ മതി. സ്റ്റെപ്പെല്ലാം ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും ക്ലിയർ ആയി കാണുമല്ലോ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.